ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, അതിലെനിക്ക് ഒട്ടും എനർജി ഉണ്ടായിരുന്നില്ല. സംസാരിക്കാൻ തന്നെ ഒട്ടും വയ്യായിരുന്നു. പക്ഷേ പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. നമുക്ക് മുന്നോട്ട് പോയെന്നില്ലേ പറ്റുള്ളൂ. നമുക്കും നമ്മുടെ ചുറ്റുള്ളവർക്കും വേണ്ടി വേദനകളും വിഷമങ്ങളും ഒക്കെ മറന്ന് നല്ല എനർജിയോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഇന്നലെയാണ് കേട്ടോ ശരിക്കുള്ള അത്തം. പക്ഷേ ഇന്നലെ എനിക്ക് പൂക്കളം ഇടാൻ പറ്റിയില്ല. ഞാൻ ചാണകമൊന്നും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. സിറ്റ് ഔട്ടിലിട്ട് ഇടുകയാണെങ്കിൽ ഈ വക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് അത് തനതായ രീതിയിൽ ചെയ്യുന്നതാണ് എന്നാലാണ് ഒരു സംതൃപ്തി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിരാവിലെ തന്നെ അടുത്തുള്ള വീട്ടിൽ പോയി ചാണകമൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഒരു പൂത്തറ കെട്ടി 4-5 ഇഷ്ടിക വെച്ചിട്ട് അതിനുള്ളിൽ മണ്ണ് നിറച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മഴ പെയ്യുമ്പോൾ പൂക്കളം ഒലിച്ചു പോവില്ല. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഓർമ്മ ഒക്കെ ഒന്ന് പുതുക്കലാണ്. നമ്മുടെ മക്കൾക്കും ഇതൊക്കെ ഒന്ന് കാണാമല്ലോ. എൻ്റെ ഓർമ്മകളിലെ ഓണം പോലെ ആച്ചുവിൻ്റെ ഓണം ഏറ്റവും മനോഹരമാക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ ബാക്കിയാവുക ഇതേപോലെയുള്ള നല്ല ഓർമ്മകൾ മാത്രമാണ് അല്ലേ. കൊറോണ വന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡിമെയ്ഡ് ഓണം അങ്ങോട്ട് മാറ്റി നാട്ടിൻപുറത്തുള്ള പൂക്കളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓണത്തിന് പൂക്കളം ഇടുന്നത് അല്ലേ. അല്ലെങ്കിൽ നല്ലോണം ചിലവുണ്ടാവും. 50-100 രൂപയ്ക്കൊക്കെ അല്ലേ ഓരോ ദിവസം പൂക്കൾ നമ്മൾ വാങ്ങിയിരുന്നത്. ആച്ചു ആദ്യമായിട്ടാണ് കേട്ടോ പൂക്കളം ഇടുന്നത്. പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ചെയ്യുന്നുണ്ട് ആള്. ഇങ്ങനെയൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിലേ അവർക്ക് കളറുകളൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പഠിക്കാനും ഒക്കെ സാധിക്കും. ആച്ചു തന്നെ പൂക്കളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അര ദിവസം തീരും. അപ്പം പിന്നെ ഞാനും കൂടി അവൻ്റെ കൂടെ. അപ്പം ഞങ്ങൾ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് പൂക്കളം അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറയാൻ മറന്നൊരു കാര്യം, ചാണകം മെഴുകിയിട്ട് ആദ്യം തന്നെ നമ്മൾ തുളസിയാണ് കേട്ടോ തറയിൽ ഇടേണ്ടത്. അതിന് ശേഷമാണ് ബാക്കിയുള്ള പൂക്കൾ ഇട്ട് തുടങ്ങേണ്ടത്. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു രീതി. എല്ലാ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയാവുന്ന ഒരു ചെറിയ കാര്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഒരുവിധം ഭംഗിയിലൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങളുടെ കുഞ്ഞു പൂക്കളം? പിന്നെ ഞാൻ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ. കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല പൂക്കളം ഇടാൻ പോയപ്പോഴേ. പിന്നെ കറി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നലെ സാമ്പാറിന് കഷ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ആച്ചും തന്നെയല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്കിത് ധാരാളമാണ്, കുറേ ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പം ഞാൻ എല്ലാ പച്ചക്കറികളും ഒന്ന് തരം തിരിച്ച് വെക്കുകയാണ് കേട്ടോ. പച്ചമുളകൊക്കെ അതിൻ്റെ ബാക്കിലുള്ള ആ വാലൊടിച്ച് കളഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഞാനൊരു തമിഴ്നാട് സ്റ്റൈല് വെണ്ടക്കായ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പം ആദ്യം തന്നെ വെണ്ടക്കായ ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. ശേഷം ചട്ടി വെച്ച് കടുക് പൊട്ടിച്ചു, ഉലുവ കൂടി ചേർക്കണം കേട്ടോ. അതിന് ശേഷം സവാള ചേർക്കുക. വെണ്ടക്കായ കുറച്ചധികം കിട്ടിയ കാരണം കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ശേഷം തക്കാളി ചേർത്ത് വഴറ്റണം. കറിവേപ്പില ചേർക്കണം. തക്കാളി നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്ത് വരണം കേട്ടോ. നന്നായി വെന്തുടഞ്ഞ് വരണം. പിന്നെ നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. പിന്നെ അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നാളികേരം, ജീരകം, വെളുത്തുള്ളി, ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നതേ പൊടികളൊന്നും സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുന്നില്ല കേട്ടോ. സാമ്പാർ പൊടിയാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തത്. ശേഷം പുളിവെള്ളം ചേർത്തു. ഇനി അരപ്പൊഴിക്കുക. നന്നായി വെള്ളം ഒഴിക്കണം കേട്ടോ, കാരണം വെച്ചിരിക്കുമ്പോഴേ കട്ടിയാവും. പിന്നെ വെണ്ടക്കായ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കൂട്ടാൻ വെപ്പ് കഴിഞ്ഞതിന് ശേഷം ആച്ചുവിനെ പഠിപ്പിക്കാൻ എത്തിയിട്ടാ. അപ്പോൾ അവനിരുന്ന് വായിക്കുന്നുണ്ട് അവിടെ. വായിക്കുവാള്, എഴുതാനാ മടി, ഭയങ്കര മടിയാണ് ഇടത്തെ കൈയോടെ എഴുതുക. അങ്ങനെ ഞങ്ങളിരുന്ന് പഠിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു കൊറിയർ വന്നത് കേട്ടോ. അച്ഛനും അമ്മയ്ക്കുള്ള ഓണക്കോടി വന്നതാണ്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.